വിശുദ്ധ ഖുർആനിന് എതിരായിട്ടുള്ള ഒരുപാട് ഹദീസുകൾ സഹീഹുൽ ബുഖാരിയിലും സഹീഹ് മുസ്ലിമിലുമൊക്കെ ഉണ്ട്. യഥാർത്ഥത്തിൽ എത്രമാത്രം വലിയ അജ്ഞതയിലാണ് ഈ വിമർശകന്മാർ കുടികൊള്ളുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ്. സാധാരണക്കാരായ ആളുകൾക്കിടയിൽ ഒരു സംശയം ജനിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന വിമർശനം. വിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞാൽ ഓക്കെ, അത് പെർഫെക്റ്റാണ്, അതിൽ കുഴപ്പമില്ല. പക്ഷേ ഹദീസുകൾ എന്ന് പറഞ്ഞാൽ അതിലൊരുപാട് അബദ്ധങ്ങളുണ്ട്, ഒരുപാട് കള്ള ചരക്കുകളുണ്ട്. അതൊക്കെ ഖുർആനുമായി തട്ടിച്ച് നോക്കിയിട്ട് വേണം നമുക്ക് ഹദീസ് എടുക്കണമെങ്കിൽ. അപ്പോൾ ഖുർആനോട് യോജിക്കുന്നതൊക്കെ നമുക്ക് എടുക്കാം. ഖുർആനോട് നിരക്കാത്ത അല്ലെങ്കിൽ വിശുദ്ധ ഖുർആനിന് നിരക്കാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് തള്ളിക്കളയാം. അത് ആരുദ്ധരിച്ചാലും, അത് ബുഖാരി ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും നമുക്ക് നോക്കേണ്ടതില്ല എന്ന ഒരു ശൈലി. യഥാർത്ഥത്തിൽ ഇത് വിവരക്കേടിൽ നിന്നുണ്ടായിട്ടുള്ളതാണ് ഈ ഒരു വാദം. വിശുദ്ധ ഖുർആൻ ആരാണോ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണല്ലോ. ആ പ്രവാചകൻ്റെ നാവിലൂടെ തന്നെയാണ് പരിശുദ്ധമായ ഹദീസുകൾ വന്നത്. ഒരേ സോഴ്സിൽ നിന്നാണ്. പ്രവാചകൻ ഖുർആൻ ഓതിക്കൊണ്ട് ഈ ഖുർആനെതിരായ ഹദീസുകൾ പ്രവാചകൻ പറയുമോ? ഒരിക്കലുമില്ല. പ്രവാചകൻ്റെ സഹാബത്ത് ഉൾക്കൊള്ളും? ഒരിക്കലുമില്ല. വലൗ കാന മിൻ ഇൻദി ഗൈരില്ല ലവജദു ഫി ഇഖ്തിലാഫൻ കസീറ. വിശുദ്ധ ഖുർആനെ സംബന്ധിച്ച് അല്ലാഹു അതാണല്ലോ പറഞ്ഞത്, അഫലാ തദബ്ബറുൽ ഖുർആൻ. നിങ്ങൾ ഖുർആനെ പറ്റി ചിന്തിച്ചു നോക്കൂ. എന്തുകൊണ്ടാണ് അതിൽ വൈരുദ്ധ്യമില്ലാത്തത്? 23 വർഷക്കാലത്തിനിടയിൽ നിരവധി സാഹചര്യങ്ങളിലൂടെയും നിരവധി കാലഘട്ടങ്ങളിലൂടെയും കടന്നു പോയിട്ടും അതിൽ വൈരുദ്ധ്യമില്ലാത്തത് എന്തുകൊണ്ട്? അത് ഒരു സോഴ്സിൽ നിന്നായതുകൊണ്ടാണ്. അതുപ്രകാരം തന്നെയാണ് ഹദീസിൻ്റെയും അവസ്ഥ. ഈ 23 വർഷക്കാലത്തിനിടയ്ക്ക് പ്രവാചകൻ പ്രവാചകൻ ഒരു കാര്യം ദീനിയായി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് വഹയാണ്. ഖുർആൻ്റെത് വഹയാണ്, ഹദീസും വഹയാണ്. ഈ വഹകൾ തമ്മിൽ ഒരിക്കലും ഒരു വൈരുദ്ധ്യം ഉണ്ടാവുക ഒരിക്കലും സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഖുർആനെതിരായ സ്വഹീഹായ ഹദീസ് ഇല്ല, അങ്ങനെയൊന്നില്ല. ഇനി വിശുദ്ധ ഖുർആനിന് എതിരായിക്കൊണ്ടുള്ള ചില ഹദീസുകൾ നമ്മൾ കണ്ടേക്കാം. അത് നിർഭിതമായിരിക്കും. അതിൻ്റെ സനദുകൾ വാഹിയായ അല്ലെങ്കിൽ കള്ള റിപ്പോർട്ടർമാരുള്ള ഹദീസായിരിക്കും. ഒരു സഹീഹായ ഹദീസ്, പ്രവാചകൻ പറഞ്ഞു എന്ന് സത്യസന്ധരായ റാവിമാർ റിപ്പോർട്ട് ചെയ്ത് സംശയലേശവന് തെളിഞ്ഞ ഒരു ഹദീസ് ഒരിക്കലും അത് വിശുദ്ധ ഖുർആനിന് എതിരാകുന്ന രീതിയില്ല. അങ്ങനെ ആർക്കും തെളിയിക്കാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് മഹാൻ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, നഹ്നു നഖൂലു ഖൗലൻ കുല്ലിയൻ നുശ്ഹിദുല്ലാഹ വ മലായികത്തുഹു. അള്ളാഹുവിൻ്റെ മലക്കുകളെ സാക്ഷി നിർത്തി ഞാൻ പറയുന്നു, ഉറപ്പിച്ചു പറയുന്നു. എന്താണ് പറയുന്നത്? അൻലൈസ ഫി ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ യുഖാലിഫുൽ ഖുർആൻ വലാ മാ യുഖാലിഫുൽ അഖൽ. ഒരു മനുഷ്യൻ്റെ ബുദ്ധിക്ക് എതിരാകുന്നതോ അല്ലെങ്കിൽ വിശുദ്ധ ഖുർആനിന് എതിരാകുന്നതോ ആയിട്ടുള്ള ഒരു ഹദീസ് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ ഇല്ല എന്ന് അള്ളാഹുവിനെയും അവൻ്റെ മലക്കുകളെയും സാക്ഷി നിർത്തി ഞാൻ പറയുന്നു എന്ന് ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുണ്ട്. അതൊരു വാക്കാണ്, അതൊരു നിലപാടാണ്. അത് സത്യസന്ധമായി അദ്ദേഹം പഠിച്ച് മനസ്സിലാക്കി തെളിയിച്ച് കൊടുക്കാൻ ആരുടെ മുമ്പിലും തെളിയിക്കാൻ സാധിക്കുന്നൊരു വാക്കാണിത്.